നമസ്കാരം. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന ഭാഗത്തെ സിലബസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ്. അപ്പോൾ ഇതിലെ സൈബർ നിയമങ്ങൾ എന്നൊരു ഭാഗം എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചതും ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ പോയിന്റ്സും പ്രത്യേകിച്ച് SCRT സ്കൂൾ ടെക്സ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ്. കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഞാൻ അഖിൽ, ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാ രാജ്യങ്ങൾക്കും നിയമവ്യവസ്ഥകളും ഭരണഘടനയൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് 1860 മുതൽ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്. അങ്ങനെ ഓരോ നിയമങ്ങളുണ്ട്. ഇപ്പൊ ഈ സൈബർ നിയമങ്ങൾ അല്ലെങ്കിൽ സൈബർ ലോകം ഡെവലപ്പ് ആവുന്നത് 1950-കൾക്ക് ശേഷമാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ 80-കൾക്ക് ശേഷമാണ് പിന്നീട് അത് ഭയങ്കരമായിട്ട് വൈഡ് ആവുന്നത്. അപ്പൊ ഈ സൈബർ സ്പേസിലുള്ള ക്രൈമുകൾ, അതുമായി ബന്ധപ്പെട്ട ഡെഫിനീഷൻസ്, ഇതൊക്കെ പല രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥയിൽ എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് വളരുന്ന ഒരു മേഖലയാണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ നിയമവ്യവസ്ഥ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് സൈബർ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഭരണഘടനയുടെ ഭാഗമായിട്ട് ആഡ് ചെയ്തു. അത്തരത്തിൽ വന്ന ചില മൈൽ സ്റ്റോണുകളുണ്ട്. അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. ലോകത്ത് ആദ്യമായിട്ട് സൈബർ നിയമങ്ങൾ പാസ്സാക്കിയ രാജ്യം എന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. സെപ്പറേറ്റ് ആയിട്ട് ലോകത്ത് ആദ്യമായിട്ട് സൈബർ നിയമങ്ങൾ പാസ്സാക്കിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഇനി സ്ഥിരമായി പരീക്ഷകളിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ, സൈബർ നിയമങ്ങൾ പാസ്സാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂർ ആണ്. സൈബർ നിയമങ്ങൾ പാസ്സാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ ആണ്. ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഇന്ത്യ. 3 പോയിന്റ് കിട്ടിയല്ലോ. ലോകത്ത് ആദ്യമായിട്ട് സൈബർ നിയമങ്ങൾ പാസ്സാക്കിയ ഏത് രാജ്യമാണ്? അമേരിക്ക. ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ്? ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ്? അത് ഇന്ത്യ ആണ്. 1996 യുണൈറ്റഡ് നേഷൻ മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് എന്നൊരു നിയമം പാസ്സാക്കിയിരുന്നു. UN അംഗമായ രാജ്യങ്ങൾക്കിടയിൽ ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ടൊരു നിയമമായിരുന്നു UN മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് 1996. UN മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് 1996. അപ്പോൾ 1996 യുണൈറ്റഡ് നേഷൻ പാസ്സാക്കിയ മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ് എന്ന നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയുടെ സൈബർ നിയമം വരുന്നത്. ഈ യുണൈറ്റഡ് നേഷന്റെ മോഡൽ ലോ എന്ന് പറഞ്ഞാൽ 1990-91 അമേരിക്കയുടെ സൈബർ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അവർ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ ഇതിനെ മാതൃകയാക്കിയാണ് ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ IT ആക്ട് ഏത് നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? UN മോഡൽ ലോ ഓൺ ഇ കൊമേഴ്സ്. ഇനി സൈബർ നിയമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അടുത്ത പോയിന്റ് ആണ്. യെസ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അവശിഷ്ട അധികാരങ്ങൾ ആർട്ടിക്കിൾ 248 സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൈബർ നിയമങ്ങളെ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? അവശിഷ്ട അധികാരങ്ങൾ ആർട്ടിക്കിൾ 248. ഇനി ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കുന്നത് 2000 ജൂൺ 9. ഇതൊക്കെ ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കുക, ഒരുമിച്ച് വന്നിട്ട് ഏത് ശരി ഏത് തെറ്റെന്ന് പറഞ്ഞ് ചോദിക്കാം. ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കുന്ന ഏത് വർഷമാണ്? 2000 ജൂൺ 9. ശേഷം നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17. അപ്പോൾ ഇന്ത്യയിലെ IT ആക്ട് പാസ്സാക്കുന്ന ഏത് വർഷമാണ്? 2000 ജൂൺ 9. അത് നിലവിൽ വരുന്ന എന്നാണ്? 2000 ഒക്ടോബർ 17. ക്ലിയർ ആണല്ലോ? 2000 ഒക്ടോബർ 17. അപ്പൊ നമുക്കറിയാം, ആ സമയത്ത് ഇന്ത്യയുടെ ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു? ഇന്ത്യയുടെ IT ആക്ടിൽ സൈൻ ചെയ്ത പ്രസിഡന്റ് ആണ് KR നാരായണൻ. ഇന്ത്യയുടെ IT ആക്ടിൽ സൈൻ ചെയ്ത പ്രസിഡന്റ് ആരാണ്? KR നാരായണൻ ആണ് ഇന്ത്യയുടെ IT ആക്ടിൽ സൈൻ ചെയ്ത പ്രസിഡന്റ്. അതേപോലെ ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 2 പോയിന്റും ക്ലിയർ ആണല്ലോ. ഇന്ത്യയുടെ IT ആക്ടിൽ സൈൻ ചെയ്ത പ്രസിഡന്റ് KR നാരായണൻ, ആ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി. അപ്പോൾ IT ആക്ട് ഒരു നിയമ പുസ്തകമാണ്. ആ പുസ്തകം തുറന്നാൽ അന്ന് അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു: 13 ചാപ്റ്ററുകൾ, 13 ചാപ്റ്ററുകളായിട്ട് 94 സെക്ഷൻസ്, അവസാനം 4 ഷെഡ്യൂൾസ്. 4 ഷെഡ്യൂൾസ് പറഞ്ഞാൽ ഈ പറഞ്ഞ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 4 നിയമങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. 1860 ഇന്ത്യൻ പീനൽ കോഡ്, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, 1891 ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്, അതേപോലെ 1934 RBI ആക്ട്.
ഈ 4 നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ടിരുന്നു. ആ കാര്യങ്ങൾ അവിടെ 4 ഷെഡ്യൂളിൽ വന്നു. അപ്പോൾ ഇന്ത്യയിലെ IT ആക്ട് നിലവിൽ വരുമ്പോൾ അതിന്റെ ഘടന എങ്ങനെയായിരുന്നു? 13 ചാപ്റ്ററുകൾ, 94 സെക്ഷനുകൾ, 4 ഷെഡ്യൂളുകൾ. 13 ചാപ്റ്ററുകൾ, 94 സെക്ഷനുകൾ, 4 ഷെഡ്യൂളുകൾ. ഇപ്പൊ 2000-ലാണ് ഈ നിയമം നിലവിൽ വരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ 2000 വരെ നമ്മൾ സൈബർ ലോകത്ത് എന്തെല്ലാം ഉപയോഗിച്ചോ അതിനെല്ലാം ലീഗലി ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷൻ കൊടുക്കുന്ന ഏത് നിയമമാണ്? 2000-ലെ IT ആക്ട് ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന 2 സിമ്പിൾ പോയിന്റ്സ് ഉണ്ട്. 1-2 പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് വരുന്ന 1995-ലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗത്തിന് റെഗുലേഷൻ കൊണ്ടുവന്നത് ആദ്യമായിട്ട് ഏത് നിയമം എന്ന് ചോദിച്ചാൽ ഏത് നിയമമാണ്? 2000-ലെ IT ആക്ട് ആണ്. ക്ലിയർ ആണല്ലോ? ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗത്തിന് റെഗുലേഷൻ കൊണ്ടുവരുന്ന ഏത് നിയമം എന്ന് ചോദിച്ചതാണ്? അത് 2000-ലെ IT ആക്ട് ആണ്. ഓക്കെ, 2, ഇന്ത്യയിൽ ഇ-കൊമേഴ്സിന് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്ത നിയമം. ഇന്ത്യയിൽ ഇ-കൊമേഴ്സിന് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുത്ത ഏത് നിയമം എന്ന് ചോദിച്ചാൽ അതും 2000-ലെ IT ആക്ട് ആണ്. ആ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. സൈബർ ലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2000 വരെ എന്തെല്ലാം ഫെസിലിറ്റികൾ അനുഭവിച്ചോ അല്ലെങ്കിൽ ഉപയോഗിച്ചോ അതിനെല്ലാം ഒരു ലീഗൽ ഡെഫിനേഷൻ വരുന്ന ഏത് നിയമത്തിലൂടെയാണ്? 2000-ലെ IT ആക്ടിലൂടെയാണ്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വർഷം 2000 ആണ്. അത്യാവശ്യം ഈ പറഞ്ഞ സൈബർ ലോകത്തെ ഫെസിലിറ്റികളൊക്കെ നമ്മുടെ രാജ്യത്ത് അത്ര വൈഡായി തുടങ്ങാത്ത കാലഘട്ടമാണ്. അതിനുശേഷമാണ് ഇത് ഭയങ്കരമായിട്ട് വൈഡായി തുടങ്ങിയത്. പുതിയ ടെക്നോളജികൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട ഡെഫിനേഷൻസും ക്രൈമും പ്രശ്നങ്ങളും ഒക്കെ വരുന്നു. അപ്പോൾ കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ഈ നിയമത്തിന് കുറെ പോരായ്മ ഉള്ളതായിട്ട് തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഇതിൽ വലിയൊരു ഭേദഗതി കൊണ്ടുവരുന്നത്. അതിനെ നമ്മൾ IT അമെൻമെന്റ് ആക്ട് എന്നോ അല്ലെങ്കിൽ IT ആക്ട് 2008 എന്നോ വിളിക്കാറുണ്ട്. ഒരു വലിയ ഭേദഗതിയാണ്, അതുകൊണ്ട് ഇറ്റ്സെൽഫ് അതിനെ IT ആക്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ IT അമെൻമെന്റ് ആക്ട് പാസ്സാക്കിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 2008 ഡിസംബർ 23. IT അമെൻമെന്റ് ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 2008 ഡിസംബർ 23-നാണ് IT അമെൻമെന്റ് ആക്ട് പാസ്സാക്കുന്നത്. IT അമെൻമെന്റ് ആക്ട് ഏത് വർഷം പാസ്സാക്കി? 2008 ഡിസംബർ 23. ശേഷം 2009 ഒക്ടോബർ 27. 2009 ഒക്ടോബർ 27-ന് അത് പ്രാബല്യത്തിൽ വന്നു. ക്ലിയർ ആണല്ലോ? 2000-ലെ IT ആക്ട് 2000 ജൂൺ 9-ന് പാസ്സാക്കി, ഒക്ടോബർ 17 നിലവിൽ വന്നു. ഇവിടെ എന്താണ് പ്രത്യേകത? 2008-ലെ അമെൻമെന്റ് ആക്ട് പാസ്സാക്കുന്ന എന്നാണ്? 2008 ഡിസംബർ 23-നാണ്. 2008 ഡിസംബർ 23-നാണ്. ശേഷം 2009 ഒക്ടോബർ 27. 2009 ഒക്ടോബർ 27-നാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, ഇനി അത് പ്രാബല്യത്തിൽ വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ നോക്കാം. 2000-ൽ 13 ചാപ്റ്ററുകളായിരുന്നു. അമെൻമെന്റ് ആക്ടിൽ അത് 14 ചാപ്റ്റർ ആയിട്ട് മാറി. 12A 12A എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ കൂടി ആഡ് ചെയ്തു. ചാപ്റ്ററുകളുടെ എണ്ണം എത്രയായിട്ട് മാറി? 14 ചാപ്റ്ററുകളാക്കി മാറി. ഓക്കെ, 2094 സെക്ഷൻസ് ആയിരുന്നു. ഇവിടെ സെക്ഷൻസിന്റെ എണ്ണം 124 കൂടി. ഏതാണ്ട് ഒരു 119 ഇപ്പൊ ആക്റ്റീവ് ഉള്ളൂ. പക്ഷേ ആ ഒറിജിനൽ പുസ്തകത്തിൽ 124 ഉണ്ടായിരുന്നു. ഇത് 2000-ലെ IT ആക്ടിൽ 4 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. അത് മേർജ് ചെയ്ത് 2 ഷെഡ്യൂളിലാക്കി കുറച്ചു. പുതുതായിട്ട് 4 പാർട്സ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ IT അമെൻമെന്റ് ആക്ടിന്റെ ഘടന എങ്ങനെയായിരുന്നു? 14 ചാപ്റ്റേഴ്സ്, 124 സെക്ഷൻസ്, 2 ഷെഡ്യൂൾസ്, 4 പാർട്സ്. എങ്ങനെയായിരുന്നു? 14 ചാപ്റ്റേഴ്സ്, 124 സെക്ഷൻസ്, 2 ഷെഡ്യൂൾസ്, 4 പാർട്സ്. ഓക്കെ, അപ്പോൾ ഈ അമെൻമെന്റ് ആക്ട് മെയിൻ ആയിട്ടും എന്തിലാണ് ഫോക്കസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്കാണ് പ്രാധാന്യം നൽകിയത്. നമുക്കറിയാം സൈബർ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ചോർച്ചയില്ലേ? പിടിയിട്ടല്ലോ. അതുകൊണ്ട് തന്നെ അമെൻമെന്റ് ആക്ട് മെയിൻ ആയിട്ട് എന്തിലാണ് ഫോക്കസ് ചെയ്തത്? അത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്കാണ് പ്രാധാന്യം നൽകിയത്. അതേപോലെ IT അമെൻമെന്റ് ആക്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ആസ് പെർ IT അമെൻമെന്റ് ആക്ട് ഇന്ത്യയിൽ ഒരു സൈബർ കേസ് അന്വേഷിക്കേണ്ടത് DSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കും. ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, നമ്മൾ DYSP എന്ന് വിളിക്കും. അപ്പൊ ശ്രദ്ധിച്ചോണം, IT അമെൻമെന്റ് ആക്ട് പ്രകാരം ഒരു സൈബർ കേസ് അന്വേഷിക്കേണ്ടത് ആരാണ്? DSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനായിരിക്കണം. എ പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DSP, ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഈ IT ആക്ട് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ചില നോഡൽ ഏജൻസികളോ സ്ഥാപനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് CERT. എക്സാമിന് മുൻപ് ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. CERTന്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇത് ഒരു നാഷണൽ നോഡൽ ഏജൻസിയാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അണ്ടറിൽ വരുന്നതാണ്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ്.
പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ സുരക്ഷാ പ്രശ്നമുണ്ടായാൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് അതിൽ ആദ്യം ഇടപെടാൻ അധികാരമുള്ള നാഷണൽ നോഡൽ ഏജൻസി ഇവരാണ്, സെർട്ടിനാണ്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സുരക്ഷാ ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു അലേർട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെടുമല്ലോ, ഈ പ്രശ്നങ്ങൾ സുരക്ഷ രാജ്യത്തിന്റെ വ്യക്തികളെയൊക്കെ സുരക്ഷയെ ബാധിക്കുന്ന അത്തരം നിർദ്ദേശങ്ങളും വെബ്സൈറ്റുകൾ ആപ്പുകളൊക്കെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുന്നു ഈ സ്ഥാപനമാണ്, സെർട്ടിനാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പ്യൂട്ടർ സുരക്ഷാ പ്രശ്നമുണ്ടായാൽ അതിൽ ആദ്യം ഇടപെടുന്ന നാഷണൽ നോഡൽ ഏജൻസി ഏതാ എന്ന് ചോദിച്ചാൽ ഏതാണ്? സെർട്ടിനാണ്. സെർട്ടിൻ ഏത് വർഷമാണ് സ്ഥാപിതമായത്? 2004 ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നു? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരിക. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് സെർട്ടിൻ വരിക. അതേപോലെ ഇന്ത്യയിൽ വെബ്സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുന്ന സ്ഥാപനവും ഏതാണ്? സെർട്ടിനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആ നിയമത്തെക്കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ചില GK പോലുള്ള പോയിന്റ്സ് ആണ്, ശ്രദ്ധിച്ചോണം. ഇന്ത്യയുടെ സൈബർ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ സൈബർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതിനെയാണ് ആന്ധ്രാപ്രദേശിനെയാണ് ഇന്ത്യയുടെ സൈബർ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് എന്നൊരു സ്ഥാപനമുണ്ട്, ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ്. ഇതിന് ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂനെയിലാണ്. ശ്രദ്ധിച്ചോണം, ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസിന്റെ ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പൂനെ. അപ്പോൾ ഇന്ത്യയുടെ സൈബർ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസിന്റെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പൂനെ. ദെൻ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി സ്ഥാപിതമായത്, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എവിടെ സ്ഥാപിതമായെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ കോടതി എവിടെ സ്ഥാപിതമായി? ന്യൂഡൽഹി. അതേപോലെ ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ കഫേ സ്ഥാപിതമായത് മുംബൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ കഫേ എവിടെ സ്ഥാപിതമായി? മുംബൈ. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം, ബംഗളൂരുവിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ്. ദെൻ ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ബംഗളൂരു, എല്ലാവർക്കും അറിയാം. അതുപോലെ അതുമായിട്ട് കണക്ട് ചെയ്ത ഒരു സിമ്പിൾ പോയിന്റ് ഉണ്ട്, കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പട്ടം, ട്രിവാൻഡ്രം. അപ്പോൾ സ്ഥിരമായിട്ട് GKയിൽ നമ്മൾ കാണുന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിച്ചു? ബംഗളൂരുവിൽ. കേരളത്തിൽ ആദ്യമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെ സ്ഥാപിച്ചു? പട്ടം, ട്രിവാൻഡ്രം. ദെൻ ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ് സ്ഥാപിതമായത് ത്രിപുരയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ് എവിടെ സ്ഥാപിതമായി? ത്രിപുരയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ് സ്ഥാപിതമായത്. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ് എവിടെ സ്ഥാപിതമായി? ത്രിപുരയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ് സ്ഥാപിതമാകുന്നത്. അതേപോലെ മഹാരാഷ്ട്ര സ്റ്റേറ്റിനെ സംബന്ധിച്ച് 2 റെക്കോർഡുകളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി സൈബർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈബർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അതേപോലെ എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം എന്ന റെക്കോർഡും മഹാരാഷ്ട്രയ്ക്കാണ്. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം എന്ന റെക്കോർഡ് ആർക്കാണ്? മഹാരാഷ്ട്രയ്ക്കാണ്. എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം എന്ന റെക്കോർഡ് ആർക്കാണ്? മഹാരാഷ്ട്ര. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ IT അമെൻമെന്റ് ആക്ടിൽ പറഞ്ഞു 14 ചാപ്റ്ററുകളും 124 സെക്ഷൻസും 2 ഷെഡ്യൂൾസും 4 പാർട്സും ഒക്കെ ഉണ്ടെന്ന്. നമ്മുടെ സിലബസിൽ ചില സെക്ഷനുകളെ കുറിച്ച് മാത്രം എടുത്തു പറയാറുണ്ട്. അതായത് ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ ഇൻവോൾവ് ആകാൻ സാധ്യതയുള്ള ചില സെക്ഷനുകൾ, അത് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നോക്കാം. പ്രത്യേകിച്ച് സൈബർ ക്രൈമുകളാണ്, എല്ലാം ക്രൈമുകൾ കേട്ടോ. ഇതിലൊരു 11ാമത്തെ ചാപ്റ്ററിലാണ് കൂടുതൽ സെക്ഷനും ക്രൈമായിട്ട് വരുന്നത്. അപ്പോൾ ചിലതൊക്കെ ഡെഫിനേഷൻ ആണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. സെക്ഷൻ 5 ശ്രദ്ധിച്ചോണം, ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതാണ്ട് 5 മുതൽ 8 വരെ ഉണ്ട്. എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ, എന്താണ് അതിന്റെ വാലിഡിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. പറയുന്നുണ്ട് ഇന്ത്യയിൽ IT അമെൻമെന്റ് ആക്ടിലാണ് ഡിജിറ്റൽ സിഗ്നേച്ചറിന് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്ന് ഈ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സെക്ഷൻ 5 പഠിക്കുക. ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 5 ആണ്. അതേപോലെ ഇന്ത്യയിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിന് നിയമസാധുത നൽകിയത്, ഇന്ത്യയിൽ ഡിജിറ്റൽ സിഗ്നേച്ചറിന് നിയമസാധുത നൽകിയത് ഏത് നിയമമാണ്? IT അമെൻമെന്റ് ആക്ട് ആണ്. ദെൻ സെക്ഷൻ 43 പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജിങ് കമ്പ്യൂട്ടർ പാർട്സ്. ഡെഫിനിഷൻ ആണ്. കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പാർട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെല്ലാം പണിഷ്മെന്റിന് വിധേയരാകാം. ഇപ്പൊ ഒരു ഹാർഡ്വെയർ പാർട്ട് മോഷ്ടിച്ചാലോ മനഃപൂർവ്വമോ അല്ലാതെയൊക്കെ നശിപ്പിച്ചാലോ എല്ലാം ക്രൈമിന്റെ അണ്ടർ വരുന്നതാണ്. അപ്പോൾ പെനാൽറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജിങ് കമ്പ്യൂട്ടർ പാർട്സ്, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പാർട്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെല്ലാം രീതികളിൽ ശിക്ഷിക്കപ്പെടാം എന്നുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 43. സെക്ഷൻ 43 ക്ലിയർ ആണല്ലോ. ദെൻ സെക്ഷൻ 43A സെയിം കാറ്റഗറി ആണ്. ഡേറ്റ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയാലുള്ള പണിഷ്മെന്റിനെ കുറിച്ചും അതിനുള്ള കോമ്പൻസേഷനെ കുറിച്ചും പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 43A. ഫെയിലിയർ ടു പ്രൊട്ടക്ട് ഡേറ്റ, ഫെയിലിയർ ടു പ്രൊട്ടക്ട് ഡേറ്റ. ഇപ്പൊ രണ്ടെണ്ണം ജസ്റ്റ് ഡെഫിനിഷൻ ആയിട്ട് ഓർത്തിരിക്കാം. ഇനി അടുത്തത് സെക്ഷൻ 65 ടാമ്പറിംഗ്. ഈ പറയുന്ന ഓരോ വേർഡുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം. സെക്ഷൻ 65 ടാമ്പറിംഗ്. ടാമ്പറിംഗ് എന്ന വാക്കിന്റെ മീനിങ് ഇതാണ്, യഥാർത്ഥ വിവരങ്ങൾ നീക്കം ചെയ്ത് തെറ്റായവ കൂട്ടിച്ചേർക്കുക. നമുക്കറിയാം ഇപ്പോൾ ഒരു ഓഫീസ് ഫയലിൽ നമുക്ക് തിരുത്തലുകൾ വരുത്താൻ പറ്റും മാനുവലി. സെയിം തന്നെ സിസ്റ്റങ്ങളിൽ കിടക്കുന്ന ഫയലുകളിലും സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ വരുത്തിക്കൂടെ. അങ്ങനെ യഥാർത്ഥ വിവരങ്ങൾ നീക്കം ചെയ്ത് തെറ്റായ വിവരങ്ങൾ കൂട്ടിച്ചേർത്താൽ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ആണെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരം അത് ക്രൈമായിട്ട് മാറുന്നു, 65. ഇനി ക്രൈമുകൾ ഇങ്ങനെയാണ് പണിഷ്മെന്റ് ഡിഫൈൻ ചെയ്യുന്നത്. മാക്സിമം പണിഷ്മെന്റ് ഇങ്ങനെയാണ്, ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ഓർ ആൻഡ് ഫൈൻ അപ് ടു 2 lakhs എന്ന് പറഞ്ഞാൽ 3 വർഷം വരെ കഠിന തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ, ചിലപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചോ ലഭിക്കാം. ചിലപ്പോൾ ടാമ്പറിംഗ് ചെയ്യുന്ന ഒരാൾക്ക് 1 മാസം തടവ് മാത്രം ലഭിക്കും, ശരിയല്ലേ? മാക്സിമം എത്ര വരെ ലഭിക്കാം, 3 വർഷം വരെ. ചിലപ്പോൾ ടാമ്പറിംഗ് ചെയ്യുന്ന ഒരാൾക്ക് 1 ലക്ഷം രൂപ ഫൈൻ മാത്രം ലഭിക്കും, ശരിയാണ്. ചിലപ്പോൾ ടാമ്പറിംഗ് ചെയ്യുന്ന ഒരാൾക്ക് 1 ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ 1 വർഷം തടവും, ഇത് രണ്ടും ഒരുമിച്ച് ലഭിക്കും. അത് ഏതായാലും ശരിയാണ്, രണ്ടും ഒരുമിച്ച് വരാം, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരാം. രണ്ടാണെങ്കിലും മാക്സിമം എത്രയാണ്, 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴയോ. ഇനി ഒരുമിച്ച് പ്രഖ്യാപിച്ചാൽ പോലും ഇത് രണ്ടുമാണ് മാക്സിമം കൊടുക്കാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സെക്ഷൻ 65 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു, ടാമ്പറിംഗ്, യഥാർത്ഥ വിവരങ്ങൾ നീക്കം ചെയ്ത് തെറ്റായവ കൂട്ടിച്ചേർക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 66 പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് ഹാക്കിംഗ്. നമുക്കറിയാം അനുവാദമില്ലാതെ അതിക്രമിച്ചേർന്നാണ് ഹാക്കിംഗ്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 66. 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ വരെ പിഴയോ ഇവ ഒരുമിച്ച് ലഭിക്കാം. ഈ പണിഷ്മെന്റ് ഒക്കെ പഠിച്ചോണം, പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇംപ്രിസൺമെന്റ് അപ് ടു 3 years ഓർ ആൻഡ് ഫൈൻ അപ് ടു 5 lakhs. ഓർ ആൻഡ് രണ്ടിൽ ഏതെങ്കിലും ഒന്നോ രണ്ടും ഒരുമിച്ചോ വേണമെങ്കിലും കിട്ടും. പിടിയിട്ടില്ലോ. അപ്പോൾ സെക്ഷൻ 66 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു, ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 3 വർഷം വരെ തടവോ 5 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാം. ദെൻ 66ന്റെ സബ് ഡിവിഷൻസ് ആണ്, ശ്രദ്ധിച്ചോണം. സെക്ഷൻ 66A ഒഫൻസീവ് മെസ്സേജസ്, കുറ്റകരമായ സന്ദേശങ്ങൾ കൈമാറുക. മറ്റൊരാളുടെ മോശമായി സംസാരിക്കുക, ചീത്ത വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻപ് ക്രൈമായിരുന്നു. 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ ലഭിക്കുമായിരുന്നു. പക്ഷേ 2015 മാർച്ച് 24 സുപ്രീം കോടതി ഈ സെക്ഷൻ റദ്ദ് ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറഞ്ഞ് ശ്രേയാ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ, ശ്രേയാ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ അത് IT ആക്ടിലെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. അപ്പോൾ സുപ്രീം കോടതി റദ്ദ് ചെയ്ത IT ആക്ടിലെ സെക്ഷൻ ഏതാണ്, 66A കുറ്റകരമായ സന്ദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 2015 മാർച്ച് 24 ശ്രേയാ സിംഗാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി റദ്ദ് ചെയ്തു. സുപ്രീം കോടതി ഇതിനെ എങ്ങനെ വിശേഷിപ്പിച്ചു, IT ആക്ടിലെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചു. ദെൻ 66B റിസീവിംഗ് സ്റ്റോളൻ ഇലക്ട്രോണിക് ഡിവൈസസ്, മോഷണ മുതലുകൾ മനഃപൂർവമോ അല്ലെങ്കിൽ അറിയാതെയോ സ്വീകരിക്കുന്നത് ക്രൈമാണ്. ഇപ്പോൾ ഒരാളൊരു മൊബൈൽ ഫോൺ നമുക്ക് മോഷ്ടിച്ചുകൊണ്ട് തരുന്നു, നമ്മളിത് പൈസ കൊടുത്ത് അയാളുടെ വാങ്ങുന്നു, അയാൾ മോഷ്ടിച്ചാണെന്ന് നമുക്ക് അറിയത്തില്ല, അതൊരു ക്രൈമാണ്. ഇനി മോഷ്ടിച്ചാണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം നമ്മൾ മേടിക്കുന്നു, രണ്ടും ക്രൈമാണ്, രണ്ടും 2 പണിഷ്മെന്റ് ആണ്. അപ്പോൾ റിസീവിംഗ് സ്റ്റോളൻ ഇലക്ട്രോണിക് ഡിവൈസസ്, മോഷണ മുതലുകൾ സ്വീകരിക്കുന്നത് തടയുക എന്നുള്ളതാണ് ഈ സെക്ഷന്റെ ലക്ഷ്യം. 66B പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ട് 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാം. 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ വരെ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാം. അപ്പോൾ 66D എന്താണ്, റിസീവിംഗ് സ്റ്റോളൻ ഇലക്ട്രോണിക് ഡിവൈസസ്, മോഷണ മുതലുകൾ സ്വീകരിക്കുക. 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ രണ്ടും ഒരുമിച്ചോ ലഭിക്കാം. ദെൻ 66C ഐഡന്റിറ്റി തെഫ്റ്റ്. നമുക്കറിയാം മറ്റൊരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ അയാളുടെ യൂസർ നെയിം, പാസ്വേഡ് ഇതൊക്കെ അനധികൃതമായി ഉപയോഗിക്കുന്നതാണ്. ഐഡന്റിറ്റി തെഫ്റ്റ് 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ ലഭിക്കാവുന്ന ക്രൈമാണ് എന്ത്, ഐഡന്റിറ്റി തെഫ്റ്റ്. ദെൻ 66D ചീറ്റിംഗ്. ഇലക്ട്രോണിക്സ് മീഡിയയിൽ ആൾമാറാട്ടം നടത്തിയ ആളുകളെ കബളിപ്പിക്കുക. പ്രത്യേകിച്ച് ഈ ഫേക്ക് ആയിട്ടുള്ള ID ഒക്കെ ഉണ്ടാക്കി ഫേസ്ബുക്കിലൊക്കെ ആൾക്കാരെ കബളിപ്പിക്കത്തില്ല, അതല്ല ഇതിൽ വരുന്നതാണ്.
ചീറ്റിംഗ് യൂസിങ് ഇലക്ട്രോണിക് റിസോഴ്സസ്. ഇലക്ട്രോണിക് റിസോഴ്സസിൽ ആൾമാറാട്ടം നടത്തിയ ആളുകളെ കബളിപ്പിക്കുക. അതാണ് എന്ത് 66D. അതും 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ അവ ഒരുമിച്ചോ ലഭിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോണം, 66 ഹാക്കിംഗ് ആണ്, അതിന്റെ പണിഷ്മെന്റ് പഠിച്ചു. പിന്നീട് 66A, B, C, D ഇതിനെല്ലാം സെയിം പണിഷ്മെന്റ് ആണ്. 3 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ രണ്ടും ഒരുമിച്ചോ ലഭിക്കാം. 66A എന്തായിരുന്നു? ഒഫൻസീവ് മെസ്സേജസ്. 66B എന്തായിരുന്നു? റിസീവിംഗ് സ്റ്റോളൻ ഇലക്ട്രോണിക് ഡിവൈസസ്. 66C എന്തായിരുന്നു? ഐഡന്റിറ്റി തെഫ്റ്റ്. 66D എന്താണ്? ചീറ്റിംഗ് യൂസിങ് ഇലക്ട്രോണിക് റിസോഴ്സസ്. ഇലക്ട്രോണിക് റിസോഴ്സിന്റെ സഹായത്തോടെ ആൾമാറാട്ടം നടത്തി ആളുകളെ കബളിപ്പിക്കുക. അത്രയും ക്ലിയർ ആയല്ലോ. ഇനി 66E, വയലേഷൻ ഓഫ് പ്രൈവസി. മറ്റൊരാളുടെ സ്വകാര്യത ഇല്ലാതാക്കുക. ഇപ്പൊ അയാളുടെ അനുവാദമില്ല അയാളുടെ ഫോട്ടോ എടുത്ത് നമ്മൾ പ്രചരിപ്പിക്കുന്നു. സെക്ഷൽ കണ്ടന്റ് എന്നല്ല, നോർമൽ ഫോട്ടോസ് എടുത്ത് പ്രചരിപ്പിക്കുന്നു. അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയയിൽ അയാളിട്ടിരിക്കുന്ന പിക്ക് നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു. അങ്ങനെ മറ്റൊരാളുടെ സ്വകാര്യത ഇല്ലാതാക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ ചെയ്താൽ അത് ഏത് സെക്ഷൻ പ്രകാരം പണിഷബിൾ ആണ്? 66E പ്രകാരം പണിഷബിൾ ആണ്. അതിന്റെ പ്രത്യേകത 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ പിഴയോ അവ ഒരുമിച്ച് ലഭിക്കാം. മുമ്പ് പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. 3 വർഷം വരെ തടവും അതേപോലെ 2 ലക്ഷം രൂപ പിഴയുമാണ്. ഇവ രണ്ടും ഒരുമിച്ചോ ലഭിക്കാം. ദെൻ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത മറ്റൊരു സെക്ഷനാണ്, അതേപോലെ IT ആക്ടിൽ ഏറ്റവും വലിയ പണിഷ്മെന്റ് ഉള്ള സെക്ഷനാണ് 66F, സൈബർ ടെററിസം. സൈബർ തീവ്രവാദം. എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ വിചാരിക്കുന്നതിലെ ഇൻഡിവിജ്വൽ ആണെന്ന്. നമുക്കറിയാം, ഇപ്പോൾ ഒരാളെ ഒരു തീവ്രവാദിയെ പിടിക്കുന്നു, അയാളെ സംബന്ധിച്ചുള്ള അയാളുടെ പേരിൽ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻസ് വെക്കും. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള പോലീസ് ആക്ട് വെക്കും, ഇന്ത്യൻ എവിഡൻസ് ആക്ട് വെക്കും. അതുപോലെ അയാൾ ആ കുറ്റം ചെയ്യാൻ ഈ പറഞ്ഞ സൈബർ സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്, സൈബർ നിയമത്തിലെ സെക്ഷനുകൾ വെക്കും. അങ്ങനെയാണ് ഒരാളെ ഈ പറഞ്ഞ ഒരാളുടെ മേൽ കുറ്റം ചുമത്തുന്നത്. അപ്പോൾ സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ അല്ലേ? രാജ്യവിരുദ്ധമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് സൈബർ സ്പേസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ത്? സൈബർ ടെററിസം. 66F. നമുക്കറിയാം, തീവ്രവാദ കുറ്റങ്ങൾക്ക് സാധാരണഗതിയിൽ ജാമ്യം ലഭിക്കാറില്ല. നോൺ ബെയിലബിൾ ഒഫൻസ് വിത്ത് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ്, മാക്സിമം ആജീവനാന്ത തടവ് വരെ ലഭിക്കാം. അപ്പോൾ 66F എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? സൈബർ തീവ്രവാദത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 66F എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? സൈബർ തീവ്രവാദത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്താണ് മാക്സിമം പണിഷ്മെന്റ്? നോൺ ബെയിലബിൾ ഒഫൻസ് വിത്ത് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ്, ആജീവനാന്ത തടവ് വരെ ലഭിക്കാവുന്ന പണിഷബിൾ ആയിട്ടുള്ള ഒരു ക്രൈമാണ് അത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 66 തുടങ്ങി 66F വരെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് 66ഉം അതേപോലെ 66F-ഉമാണ്. ദെൻ 67 ഒബ്സീൻ. ഒബ്സീൻ വിച്ച് മീൻസ് പബ്ലിഷിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് എ ഒബ്സീൻ ഇൻ ഇലക്ട്രോണിക് ഫോം. ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ അപമാനകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. അപമാനകരമായ കാര്യങ്ങൾ, മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ദ്രോഹിക്കുക. അതാണ് ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ അപമാനകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാവുന്ന ക്രൈമാണ് ഒബ്സീൻ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിഷിംഗ് ഇൻഫർമേഷൻ വിച്ച് ഈസ് എ ഒബ്സീൻ ഇൻ ഇലക്ട്രോണിക് ഫോം, ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ അപമാനകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. 67 ഒബ്സീൻ. 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാം. ദെൻ 67A പോർണോഗ്രഫി. പബ്ലിഷിംഗ് സെക്ഷൽ കണ്ടന്റ്സ് എഗൻസ്റ്റ് എ പേഴ്സൺ. ഒരു വ്യക്തിയെ കുറിച്ച് സെക്ഷൽ ആയിട്ടുള്ള കണ്ടന്റ്സ്, ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ, വാട്ടെവർ അത് പ്രചരിപ്പിക്കുന്നതിനാണ് എന്ത് വിളിക്കുക? പോർണോഗ്രഫി. സൈബർ പോർണോഗ്രഫി വലിയ ക്രൈമാണ്. ഒരിക്കൽ ചെയ്താൽ 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാം. അപ്പോൾ സൈബർ പോർണോഗ്രഫി, മറ്റൊരാളെ കുറിച്ച്, ഒരു വ്യക്തിയെ കുറിച്ച് ഈ പറഞ്ഞ പോലെ സെക്ഷൽ അല്ലെങ്കിൽ അശ്ലീലകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. അതാണ് ഇത് 67A സൈബർ പോർണോഗ്രഫി. എന്താണ് 67A? സൈബർ പോർണോഗ്രഫി. ഒരു വ്യക്തിയെ കുറിച്ച് അശ്ലീലകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇലക്ട്രോണിക്സ് മീഡിയയിൽ. ഒരിക്കൽ ചെയ്താൽ 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാം. അതേപോലെ റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ അവ ഒരുമിച്ചോ ലഭിക്കാം. ദെൻ 67B ചൈൽഡ് പോർണോഗ്രഫി. എളുപ്പമല്ലേ? സെയിം സംഭവം തന്നെ കുട്ടികൾക്കെതിരായി ചെയ്യുക. നമ്മൾ പോക്സോ ആക്ട് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ ആ നിയമത്തോടൊപ്പം ഈ ഒരു സെക്ഷൻ കൂടി വെക്കും. 67B ചൈൽഡ് പോർണോഗ്രഫി, കുട്ടികളെ കുറിച്ച് അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കുക. വലിയ ക്രൈമാണ്. ഒരിക്കൽ ചെയ്താൽ 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ അവ ഒരുമിച്ചോ ലഭിക്കാം. റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ അവ ഒരുമിച്ചോ ലഭിക്കാം. അപ്പൊ ക്ലിയർ ആണല്ലോ? 67 എന്തായിരുന്നു? ഒബ്സീൻ, ഇലക്ട്രോണിക്സ് മീഡിയയിലൂടെ അപമാനകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. അത് 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാവുന്ന ക്രൈമാണ്.
ദെൻ 67A എന്തായിരുന്നു? പോർണോഗ്രഫി, ഒരു വ്യക്തിയെക്കുറിച്ച് സെക്ഷൽ കണ്ടന്റ്സ് പ്രചരിപ്പിക്കുക. ഒരിക്കൽ ചെയ്താൽ 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ, വീണ്ടും ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാം. ദെൻ 67B എന്തായിരുന്നു? ചൈൽഡ് പോർണോഗ്രഫി. 67B എന്തായിരുന്നു? ചൈൽഡ് പോർണോഗ്രഫി. ചൈൽഡ് പോർണോഗ്രഫി സെയിം ആണ്. ഒരിക്കൽ ചെയ്താൽ 5 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ ഒരുമിച്ചോ ലഭിക്കാം. റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ പിഴയോ അവ ഒരുമിച്ചോ ലഭിക്കാം. ക്ലിയർ ആണല്ലോ? ഇനി സിലബസിലൊന്നും സാധാരണ പറയാറില്ലെങ്കിൽ പോലും ഒന്ന് പഠിച്ചിരിക്കണം. 69A രാജ്യസുരക്ഷയോ വ്യക്തി സുരക്ഷയൊക്കെ ബാധിക്കുന്ന ആപ്പുകളും വെബ്സൈറ്റുകളൊക്കെ നിരോധിക്കും ഇന്ത്യയിൽ. നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞു അങ്ങനെയൊക്കെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുക്കുന്നത് സെർട്ടിനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതിന് കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷനാണ് 69A. ഇതൊരിക്കൽ മറ്റേ ടിക്ടോക്ക് ഒക്കെ നിരോധിച്ചാൽ ആ സമയത്ത് ചോദിച്ചിരുന്നു, IT ആക്ടിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ ടിക്ടോക്ക് അടക്കമുള്ള മൊബൈൽ ആപ്പുകൾ നിരോധിച്ചത്? ഏത് സെക്ഷനാണ്? 69A ആണ്. ഓക്കെ, ദെൻ സെക്ഷൻ 70 നമ്മൾ ഓൾറെഡി പഠിച്ചു. അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറുന്നതിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഹാക്കിംഗ് എന്നാണ്. ഇനി സെക്ഷൻ 70 എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റഡ് സിസ്റ്റത്തിൽ അനുവാദമില്ലാതെ അതിക്രമിച്ചു കയറുക. അപ്പൊ പ്രൊട്ടക്റ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ഗവൺമെന്റ് വെബ്സൈറ്റുകൾ, ഗവൺമെന്റിൻ്റെതായി ബന്ധപ്പെട്ട മറ്റു ഇപ്പൊ ISROയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ്, അവരുടെ ആപ്ലിക്കേഷൻസ്, അതെല്ലാം എന്താണ്? പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് സിസ്റ്റത്തിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ, ഇപ്പൊ കയറുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അവിടെയുള്ള ഡേറ്റ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ സ്വന്തമാക്കി മറ്റൊരാൾക്ക് കൈമാറുക, ഇങ്ങനെ പല ലക്ഷ്യങ്ങൾ കാണും. ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് സിസ്റ്റത്തിൽ അതിക്രമിച്ചു കയറി അവിടെയുള്ള ഡേറ്റ കൈവശപ്പെടുത്തിയാൽ ഹാക്കിങ്ങിന് പകരം മറ്റൊരു മറ്റൊരു സെക്ഷൻ കൂടി ആഡ് ചെയ്യപ്പെടും. സെക്ഷൻ 70 അൺഓതറൈസ്ഡ് ആക്സസ് ടു എ പ്രൊട്ടക്റ്റഡ് സിസ്റ്റം. വലിയ ക്രൈമാണ്. കൊഹിനിസബിൾ, COGNIZABLE. നമുക്കറിയാം കേസുകൾ 2 തരമുണ്ട്. കൊഹിനിസബിളും ഉണ്ട്, നോൺ കൊഹിനിസബിളും ഉണ്ട്. വിത്തൗട്ട് വാറന്റ് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കേസുകളാണ് എന്ത് വിളിക്കുക? കൊഹിനിസബിൾ കേസ്. ഇപ്പോൾ വലിയ കേസാണ്. നോൺ ബെയിലബിൾ, ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഇംപ്രിസൺമെന്റ് അപ് ടു 10 years, 10 വർഷം വരെ തടവും ലഭിക്കാം. അപ്പോൾ അൺഓതറൈസ്ഡ് ആക്സസ് ടു എ പ്രൊട്ടക്റ്റഡ് സിസ്റ്റം, ഒരു പ്രൊട്ടക്റ്റഡ് സിസ്റ്റത്തിൽ അതിക്രമിച്ചു കയറിയുള്ള പണിഷ്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ 70. എന്തായിരുന്നു പണിഷ്മെന്റ്? കൊഹിനിസബിൾ, നോൺ ബെയിലബിൾ, imprisonment up to 10 years. Cognizable, non-bailable, imprisonment up to 10 years. Clear ആണല്ലോ? Then section 71 misrepresentation of data. നമുക്കറിയാം, നമ്മൾ സൈബർ സ്പേസിൽ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസോ ഗവൺമെന്റിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ തെറ്റായ വിവരങ്ങൾ നമ്മൾ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കൂട്ടിച്ചേർക്കാറുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈനിലൂടെ അക്ഷയ വഴി ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്ന വിവരങ്ങൾ നമ്മൾ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് നേടിയെടുത്താൽ പിന്നീട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് എല്ലാ കുറ്റ നിയമം പ്രകാരവും ക്രൈമാണ്. പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചുകൊണ്ട് അതിൽ ഏത് സെക്ഷനും ഇൻക്ലൂഡ് ചെയ്യും? IT ആക്ടിലെ സെക്ഷനും ഇൻക്ലൂഡ് ചെയ്യും. മിസ്റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ 3 വർഷം വരെ തടവ് വിത്ത് ഫൈൻ. നമ്മൾ ചെയ്യുന്ന ക്രൈമിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് ഫൈൻ കൂടി വരും. 3 വർഷം വരെ തടവ് വിത്ത് ഫൈൻ എന്നാണ് പറയുക. ദെൻ സെക്ഷൻ 72 രഹസ്യ വിവരങ്ങൾ സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുക. ഇങ്ങനെയാണ് പറയുക, ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി, രഹസ്യാത്മക സ്വകാര്യ സ്വഭാവമുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുക. ഇപ്പൊ നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ ഓഫീസിൽ ഒരുപാട് ഫയലുകളും അതേപോലെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്ന വെബ്സൈറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി അല്ല മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുകയാണ്. അപ്പൊ ഒരു ക്രൈം അല്ലേ? ഇലക്ട്രോണിക് സ്പേസിലാണ് അത് ചെയ്യുന്നതെങ്കിൽ ക്രൈമാണ്. അതാണ് രഹസ്യാത്മക സ്വകാര്യ സ്വഭാവമുള്ള ഡേറ്റ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുക. ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി IT ആക്ടിലെ സെക്ഷൻ 72 പ്രകാരം 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ ഇവ ഒരുമിച്ചോ ലഭിക്കാവുന്ന ക്രൈമാണ്. ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി. ദെൻ സെക്ഷൻ 73 ക്രിയേറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഫേക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സെക്ഷൻ 5 നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? എന്താണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് ഡിഫൈൻ ചെയ്യാണ്, ക്രൈം ഒന്നും ആയിരുന്നില്ല. ഇവിടെ സെക്ഷൻ 73 പറയുന്നു, ഫേക്ക് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും പണിഷബിൾ ആണ്. 2 വർഷം വരെ തടവോ 1 ലക്ഷം രൂപ പിഴയോ രണ്ടും ഒരുമിച്ചോ ലഭിക്കാമെന്ന്. ക്ലിയർ ആണല്ലോ? ഇനി സെക്ഷൻ 77B ഇതിൽ ഇങ്ങനെയാണ് പറയുന്നത്, IT അമെൻമെന്റ് ആക്ട് പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന എല്ലാ ക്രൈമുകൾക്കും ജാമ്യം ലഭിക്കാവുന്നതാണ്. ആസ് പെർ IT അമെൻമെന്റ് ആക്ട് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന എല്ലാ ക്രൈമുകൾക്കും ജാമ്യം ലഭിക്കാവുന്നതാണ് എന്ന് ഇതിൽ പറയുന്നു, സെക്ഷൻ 77B പറയുന്നു. അപ്പൊ അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ് എന്താണ്? നമ്മൾ ഈ പഠിച്ചതിൽ ജാമ്യം ലഭിക്കാത്തത് ഏതൊക്കെ വകുപ്പുകളെന്ന് ഓർത്തിരിക്കണ്ടേ? 3 വർഷം വരെ തടവ് ലഭിക്കാവുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ജാമ്യം ലഭിക്കാത്ത ഏതൊക്കെയാണ്? 66F സൈബർ ടെററിസം ജാമ്യം ലഭിക്കോ? ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് അല്ലേ? ഇനി ശ്രദ്ധിച്ചോണം, ഒബ്സീൻ 5 വർഷമല്ലേ? പിടിയിട്ടല്ലോ.
അതേപോലെ 67A, 67B, അതേപോലെ സെക്ഷൻ 70 ഇതൊക്കെ നോൺ ബെയിലബിൾ ആണ്. മനസ്സിലായല്ലോ, ജാമ്യം ലഭിക്കാത്ത സെക്ഷനുകളാണ്. അപ്പോൾ ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സൈബർ നിയമങ്ങൾ. ആ സൈബർ നിയമങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് ഡയറക്റ്റോ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പം നമ്മളിപ്പോൾ 66 കുറച്ച് സെക്ഷൻസ് പഠിച്ചില്ലേ. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും, ഈ 4 സെക്ഷൻ തരും, എന്നിട്ട് ഈ 4ന്റെ ഡെഫിനേഷൻ തരും, എന്നിട്ട് ശരിയായ ബന്ധം കണ്ടെത്താൻ പറയും. പിടികിട്ടിയല്ലോ. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന സെക്ഷൻ 66മായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചെയ്ത് തെറ്റായ പ്രസ്താവന ചെയ്ത് 2 പോയിന്റ് കാണത്തുള്ളൂ. 66 ഹാക്കിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ പിഴയോ ലഭിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എ മാത്രം ശരി, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എയും ബിയും ശരി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരും. അപ്പോൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. ഇവിടെ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വന്നാലും സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.